സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന ആ കാലത്ത് ആരായിരുന്നു? അച്ഛനായിരുന്നു? ഒന്നും കേൾക്കില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ പിന്നീട് ഇപ്പോഴാണ് അതൊക്കെ. ഞാൻ ഇപ്പോഴും കൂടെ പറയായിരുന്നു പലരുടെ അടുത്തും, ഈ റീഡിങ്ങും റിഹേഴ്സലും കോസ്റ്റ്യൂം ട്രയലും ലുക്ക് ട്രയലും അതൊക്കെ പുതിയ കോൺസെപ്റ്റ്സ് ആണ്, നല്ലതാണ്. ഞാൻ അതിനെ യെസ് ഗുഡ് ബാഡ് എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നില്ല ഈ മോണിറ്റർ, അതൊന്നും നമ്മൾക്ക് ഇതൊക്കെ പുതിയതാണ്. ഞാനിത് ഈ വളർച്ചയൊക്കെ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അത്. ബിക്കോസ് വിളിക്കുന്നത് ഇപ്പോൾ ഐ.വി. ശശി സാർ രണ്ടാമത്തെ സിനിമ, സോ സാറിനോട് എന്ത് നമ്മൾ പറയും? ഒന്നും പറയാൻ പറ്റില്ല. സാർ കഥ പറയൂ, ക്യാരക്ടർ കേൾക്കട്ടെ. നോ. ഭരതൻ സാറിനോട് സാർ എനിക്കൊരു ഡേറ്റ് തരുമെന്ന് പറഞ്ഞാൽ ആ സാർ കഥ പറഞ്ഞിട്ട് ഞാൻ പറയുമോ? നമ്മളില്ല. ആര് പറയും? ആർക്കും പറയാൻ പറ്റില്ല. ലോഹി അങ്കിളിനോട് ആര് പറയും? സിദ്ദിഖ് ലാലിനോട് ആര് പറയും? സിദ്ദിഖ് സാറൊക്കെ നോ, ആരോട് നമുക്ക്? സിബി മലയിൽ സിബി സാറിനോട്. സിബി സാറിന്റെ കൂടെ 3 സിനിമ ചെയ്തിട്ടുണ്ട്. 3 സിനിമ ഉണ്ടല്ലേ? നീ വരുവോളം ചെയ്തു, പ്രണയവർണ്ണങ്ങൾ ചെയ്തു, ഉസ്താദ് ചെയ്തു. എനിക്ക് ഉസ്താദും പ്രണയവർണ്ണങ്ങളും മറ്റേത് എനിക്ക് ഓർമ്മയിൽ വന്നില്ല. ആദ്യം നീ വരുവോളാണ് ചെയ്തത്, എൻ്റെ 4ാമത്തെ സിനിമയായിരുന്നു. രാജസേൻ സാറിൻ്റെ കൂടെ കഥാനായകൻ. സോ ഇവരുടെയൊക്കെ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇല്ല, അച്ഛനും കഥ കേട്ടിട്ടില്ല, ഒന്നുമില്ല. കോസ്റ്റ്യൂം ട്രയലും അങ്ങനത്തെ ഒന്നുമില്ല. അളവ് കൊടുക്കാൻ പറയും, അളവെടുക്കും, കോസ്റ്റ്യൂംസ് റെഡി ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് പതുക്കെ നമ്മളൊരു 2-3 ദിവസത്തിൽ നമ്മൾ ഫുൾ കഥ അറിയും. അതെ അതെ, അവിടെ പറഞ്ഞു കേട്ട കഥകൾ അറിഞ്ഞു പോകും. ദാറ്റ്സ് ഓൾ. ആൻഡ് അതും ഒരിക്കലും ഒരു അയ്യോ ഇത് മിസ്റ്റേക്ക് ആയിട്ട്, അല്ലെങ്കിൽ അയ്യോ അറിയാണ്ട് വന്ന് പെട്ടു, അങ്ങനെയൊന്നും. അതൊക്കെ എന്താ പറയുക, അതൊരു ബ്ലെസ്സിങ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മളീ പറ്റിയെന്നൊന്നും തോന്നേണ്ടി വന്നിട്ട് പോലും ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ നമ്മൾ ഈ പറഞ്ഞ സംവിധായകന്മാർ ഏറ്റവും നമ്പർ 1 സംവിധായകരുടെ കൂടിയാണ് അന്ന് കൈകോർത്തത്. അത് വലിയൊരു മഹാഭാഗ്യമാണ്. ആർക്കും കിട്ടാത്ത ഭാഗ്യം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ആളുകൾക്കാണ് അത്തരം ഭാഗ്യം കിട്ടുന്നത്. ആ ദിവ്യാവുണ്ണിയാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അന്നത്തെ ദിവ്യാവുണ്ണി തന്നെയാണ് ഇന്നും എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു. ആ കണ്ണെഴുത്താണെങ്കിലും അതിനൊന്നും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്നും ഇന്നും അതേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേറെ സ്റ്റൈലാക്കാൻ വേണ്ടി, പക്ഷെ അതിലേക്കൊന്നും ദിവ്യാവുണ്ണി എന്ന നടി, ആ നർത്തകി മാറിയിട്ടില്ല. അങ്ങനെ മാറണ്ട എന്ന് സ്വയം തീരുമാനിച്ചാണ്? ഇല്ല, അങ്ങനെ എന്താ പറയാ, മാറ്റങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. മാറിയില്ലെന്ന് ചോദിച്ചാൽ ലൈക്ക് നമുക്ക് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉണ്ടായാൽ മതിയല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രോത്ത് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുള്ളായിരിക്കും. അതായിരിക്കാം, എനിക്കറിയില്ല. അല്ല, USA ജീവിക്കുന്നു, ഒന്നിലൊരു മാറ്റം സംഭവിക്കുന്നില്ല. ദിവ്യയായിട്ടില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട അയൽവക്കത്തുള്ള ആ പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഇന്നും ഇരിക്കുന്നത്. അത് കർമ്മരംഗം ഒന്നാണ് എല്ലായിടത്തും, അതുകൊണ്ടാണ്. നൃത്തം അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ കൾച്ചർ എനിക്ക് അവിടെയും കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് കൾച്ചറിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് അവിടെയും പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയതും. അതായത് ഞാൻ താമസിക്കുന്നിടത്ത് ഇപ്പോൾ വലിയൊരു ഇപ്പോൾ മഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വേറെ ജീവിത രീതി ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ വളരും. കരിയേപ്പില തൊട്ട് പാവയ്ക്ക തൊട്ട് എല്ലാം വളരുന്ന, നിറച്ച് അമ്പലങ്ങളുള്ള, നിറച്ച് മലയാളികളുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്, ടെക്സസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു വലിയ ചേഞ്ച് എൻ്റെ ജീവിത രീതിയിലോ ഒന്നും എനിക്ക് വരുത്തേണ്ടി വന്നിട്ടില്ല. ഒന്നിലും വന്നിട്ടില്ല. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു രീതിക്ക് ഒരു മാറ്റം എനിക്കൊന്ന് അന്ന് ലൊക്കേഷനിലൊക്കെ ഞാൻ പിന്നീട് കേട്ട, അന്ന് ലൊക്കേഷനിൽ ദിവ്യാവണ്ണി വരുമ്പോൾ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് വരും. ഈ കണ്ണെഴുത്ത് ഒരു നിർബന്ധമായിരുന്നു. ദിവ്യാവണ്ണി കണ്ണെഴുതിയേ വരികയുള്ളൂ. അത് സത്യം തന്നെയല്ലേ? അതെ അതെ, വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ സെറ്റ് ചെയ്താണ്. അച്ഛനത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കണ്ണെഴുതണം, പൊട്ട് തൊടണം എന്നുള്ളത്, ചന്ദനവും രാവിലെ കുളിച്ചാ തൊടണം എന്നുള്ളത്. അത് അങ്ങനെ തന്നെ തുടർന്ന് ട്രെയിനിങ് തുടർന്ന് തന്നെ. പിന്നെ അവിടെ ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് മാറുന്നുള്ളൂ. അതെ 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 അല്ലേ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.